എല്ലാവർക്കും KT ഉദയം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയെന്നാണ്. നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളായിരിക്കും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ലിസ്റ്റ് തയ്യാറാക്കാൻ നമ്മൾ അടിസ്ഥാനമാക്കിയത് മുൻവർഷത്തെ KTU BTech ഫലങ്ങളും വിജയശതമാനവും അതേപോലെ കീം കട്ട് ഓഫ് റാങ്കുകളുമാണ്. നമ്മളുടെ ലിസ്റ്റിൽ ആദ്യം വരുന്നത് എറണാകുളം ജില്ലയിലുള്ള രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. രണ്ടാമത് വരുന്നത് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, അതും എറണാകുളം ജില്ലയിൽ തന്നെയാണ് വരുന്നത്. ഈ വർഷത്തെ KTU ഫലം വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ പാസ്സായ ഒരു കോളേജ് കൂടിയാണ് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. മൂന്നാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അങ്കമാലിയിലുള്ള കോളേജാണിത്. അതിനുശേഷം നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് നാലാമതായി നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് സെയിൻറ്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. കോട്ടയം ജില്ലയിലുള്ള സെയിൻറ്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മികച്ച വിജയവും അതേപോലെ തന്നെ നല്ല പ്ലേസ്മെൻറ്റുമുള്ളൊരു കോളേജാണ് സെയിൻറ്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അഞ്ചാമതായി നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ കോളേജ് ഉള്ളത്. നല്ലൊരു വിജയശതമാനവും പ്ലേസ്മെൻറ്റുമുള്ളൊരു കോളേജാണ് മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതിനുശേഷം നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, തൃശ്ശൂർ ജില്ലയിലുള്ള. അതിനുശേഷം നമ്മളുടെ ലിസ്റ്റിൽ ഏഴാമതായി വരുന്നത് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. ഇത് കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം എട്ടാമതായി നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. ഇത് മൂവാറ്റുപുഴയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം ഒമ്പതാമതായി നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് SEMS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. ഇത് എറണാകുളം ജില്ലയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പത്താമതായി നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് ആദിശങ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇത് കാലടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ആദിശങ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതിനുശേഷം 11ാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്ന കേരളത്തിലെ ഏറ്റവും നല്ല പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാണ് MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇത് കുറ്റിപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി 12ാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ടോഗ് എച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇത് എറണാകുളം ജില്ലയിലെ ഒരു കോളേജാണ്. 13ാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. 14ാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് MEA എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 15ാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ മുൻവർഷ KTU ഫലങ്ങളും പ്ലേസ്മെൻറ്റും അതുപോലെ കീം കട്ട് ഓഫ് റാങ്ക് എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.